ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ ലാമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ലാമിനേറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെയായിരുന്നു നമുക്ക് പ്രോഗ്രാം. ഞങ്ങൾ ചെയ്യുന്നപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞങ്ങൾ അവിടെ കണ്ടു. ജൂനിയേഴ്സിൻ്റെ ലാമിനേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് സീനിയേഴ്സിന് എല്ലാവർക്കും സാരി ഉടുക്കാമായിരുന്നു. സാരി ഉടുത്തപ്പോൾ എല്ലാവരും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട വന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എത്തിയത് കൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കോളേജിലോട്ട് വിളിപ്പിച്ചു. അവർ നല്ല വൈറ്റ് ഡ്രസ്സിൽ കോളേജിലോട്ട് വന്നു. ടീച്ചേഴ്സ് എല്ലാവരും എത്തി. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. നൈറ്റിംഗേളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലോട്ട് പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് എല്ലാവരും കൊണ്ടുവന്നു. പിന്നെ പ്രോഗ്രാം അവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4th ഇയേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വന്നു. ടെക്നോപ്രിയെ നഷ്ടപ്പെടുമെന്ന് ഏതോ 6th സെൻസ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. ഒരുപാട് നേരം കാത്തിരിപ്പിന്റെ വിരക ദുഃഖം അനുഭവിക്കാൻ അവൻ അനുവദിക്കുകയില്ല. വേദന കൊണ്ടാവും ആ കാലുകൾ ഇടർന്നത്. തകർന്ന മുരളിക്ക് തരും. ഈ തകർന്ന മുരളി എന്നെ തരും. ഇല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്താണ് വിചാരിച്ച? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൊങ്ങി കിടന്ന് ആടുവന്നു. അത് പണ്ട് ഇപ്പൊ എന്റെ കഴുത്തൊരു കുലുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ലാമിനേറ്റിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.